വീട്ടിൽ നിന്ന് വൈകിട്ട് ഇറങ്ങുമ്പം ഒരു ധാരണയില്ലായിരുന്നു എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ഇത് ഞങ്ങളുടെ സ്ഥിര ഏർപ്പാടാണ്. വണ്ടി എടുത്തുകൊണ്ട് ചുമ്മാ ഇങ്ങനെ എവിടെ ഒന്നുമില്ലാതെ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് അവസാനം ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു കറക്കങ്ങൾ. അങ്ങനെ ഇന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയിരിക്കുന്നത് ബർഗൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ഇതുവരെ പോയപ്പോൾ ഈ ഷോപ്പിൽ പണി നടക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇതുവരെ പോയപ്പോൾ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ പുതിയ കടയല്ലേ, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ കയറിയതാണ്. കടയ്ക്കുള്ളിൽ നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. അച്ഛനും മോളും അവിടെ നിന്ന് ഭയങ്കര കളിയാണ്, എന്തൊക്കെയോ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2 ലൈം ജ്യൂസും 2 ബർഗറും ആയിരുന്നു ഓർഡർ ചെയ്തത്. ബർഗർ മാത്രമല്ല ഫ്രഞ്ച് ഫ്രൈസും സ്ട്രിപ്സും അൽഫാമും അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് അവിടെ. കൂടുതലും പുറത്ത് ഓർഡേഴ്സ് ആണെന്ന് തോന്നുന്നു പോകുന്നത്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഉള്ളത്. പുറത്തോട്ട് നമുക്ക് 4 ആളെ കണ്ട് ഒക്കെ ആസ്വദിച്ച് റോഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഇന്ന് കഴിക്കായിരുന്നു. അച്ഛനും മോളും ഇവിടെ പരസ്പരം വാരിയൊക്കെ കൊടുത്താണ് കഴിക്കുന്നത്. എന്തൊരു സ്നേഹം. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറാൻ പോയി വന്ന ഉടനെ പിന്നെ ഞാൻ തിരിച്ച് മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വന്നപ്പോൾ ഒരാൾ അവിടെ നിന്ന് മീൻ വെട്ടുന്നു. പിന്നെ ഞാൻ കാണാതെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നതാണ്. പക്ഷേ ആൾ കണ്ടുപിടിച്ച്. അങ്ങനെ ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ച് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ കെട്ടിയതായതുകൊണ്ട് പറയുന്നില്ല, ആൾ കുക്കിംഗ് ഒരു മാസ്റ്റർ ഷെഫാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അല്ല മിക്കപ്പോഴും ഇതേപോലുള്ള പരിപാടികളൊക്കെ കാണാം. ഇപ്പം നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുള്ള മീനകത്ത് കുറച്ചെടുത്ത് വറക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ട മസാല എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മീനെ എല്ലാം ഫിഷ് ചെയ്ത് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് ഫിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മീനെല്ലാം ഇവിടെ മസാലയിൽ പുരണ്ട് എല്ലാ സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതേ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് നമ്മൾ മസാലയിൽ ഫേഷ്യൽ ചെയ്തിട്ടുള്ള മീൻ കുട്ടന്മാരെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയിടണം. നമ്മൾ ചൂടെണ്ണയിൽ മീൻ ഇടുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, എൻ്റെ ആ എണ്ണയിലോട്ട് ആ ഒരു മീൻ ഇങ്ങനെ പെറുക്കിയിടുമ്പോൾ ആ ഒരു മസാലയുടെ ഒക്കെ ഇങ്ങനെ മണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു മണവും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ്. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ മീനെല്ലാം പെറുക്കിയിട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കിട്ട് നമ്മളിത് കറിവേപ്പില എല്ലാം തൂക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് മൂത്ത് വന്നപ്പോൾ തിരിച്ചിടുന്നുണ്ട്. ഈ ഒരു സംഭവം എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ മീൻ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ പിന്നെ അപ്പുറം തിരിച്ചിടാനായിട്ട് ഞാൻ എന്തെങ്കിലും അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ കെട്ടിയനുണ്ടെങ്കിൽ കെട്ടിയവനെ വിളിക്കും. ഞാനാണെങ്കിൽ തിരിച്ചിടുന്നെങ്കിൽ പപ്പടം പോലെ നല്ല പൊടിഞ്ഞ് കിട്ടും മീനെല്ലാം. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വന്ന് വെളിയിൽ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര കളിയായിരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീനെല്ലാം ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഇട്ടങ്ങ് മുരിക്കത്തില്ല, അത് ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ എടുക്കും. ഇതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഒരുപാട് ഇട്ടങ്ങ് മുരിച്ച് അങ്ങനെ എടുക്കുന്ന ഇവിടെ അങ്ങനെ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മീനെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, കുറച്ച് അലങ്കാരപ്പണി ആകാമെന്ന് കരുതിയിട്ട് കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ അരിയുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മുടെ വറുത്ത മീനെല്ലാം അതിലോട്ട് ഇങ്ങനെ എടുത്തിടുന്നുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വറുത്ത് വെച്ച മീനിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. സാധാരണ ഈ ആണുങ്ങളൊക്കെ അടുക്കള കയറി കഴിഞ്ഞാൽ കിച്ചൺ ആകെപ്പാടെ നാശകോശമാക്കും. പക്ഷേ എൻ്റെ കെട്ടിനാണെങ്കിൽ അടുക്കള കയറി കഴിഞ്ഞാൽ അങ്ങനെ അലമ്പാക്കത്തില്ല കേട്ടോ. എല്ലാം നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കും. പിന്നെ നമ്മൾ വേഗം പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ശിവഗിരിയിലോട്ടുള്ള പദയാത്രയുടെ ഘോഷയാത്ര ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയിക്കിരുന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.